اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. നമ്മളൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധമായ റബീഉൽ അവ്വലാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ മഹാസത്തയെക്കുറിച്ച് വായിക്കുന്നതിനപ്പുറം ഹൃദയം കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് നമ്മുടെ തൗഹീദ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് ശരിയാകണം. മുഹമ്മദ് റസൂലുള്ളാഹ് ശരിയാകാതെ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടുകൂടെ ഉൾക്കൊള്ളാനോ അള്ളാഹുവിലേക്ക് അടുക്കാനോ കഴിയില്ല. അതൊരു പരമമായ സത്യമാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫുതൂഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന കിതാബിലും അബ്ദുൽ കരീം ഇബ്രാഹിമുൽ ജീലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞ ഹഖീഖത്ത് മുഹമ്മദിയത്ത്, മുഹമ്മദീയ യാഥാർത്ഥ്യം എന്നാണ് അതിൻ്റെ മലയാളം. അതിനെക്കുറിച്ച് പറഞ്ഞ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ മഹാന്മാരാകുന്ന ആളുകളൊക്കെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എത്രത്തോളം അറിയാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് നമ്മിൽ നിന്ന് വിദൂരത്താകുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഇത്ര പഠിച്ചാൽ റസൂലുള്ളാഹിനെ അറിയാം, എന്നാൽ അതിൻ്റെ എത്രയോ ഇരട്ടി പിന്നെയുണ്ടാവും. അത് നമ്മൾ പൂർണ്ണമായി പഠിച്ചാൽ നമ്മൾ വിചാരിക്കും ഇനി കുറച്ചുള്ള റസൂലുള്ളാഹിനെ അറിയാനാണ്. എന്നാൽ റസൂലുള്ളാഹി എന്ന് പറയുന്നത് ഒരു ബഹറാണ്. എത്ര പഠിച്ചാലും തീരാത്ത ഒരു അമൂല്യമായ നിധിയായിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുന്നത്. ഞാനിത് പറയാൻ കാരണം റസൂലുള്ളാഹിൻ്റെ മദ്ഹുകളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്, ഉസ്താദന്മാരുടെ വഅദ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് അത് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ശരീരമാണെങ്കിൽ, ഞാനിന്ന് പള്ളി പറഞ്ഞതിൻ്റെ ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയണം. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ശരീരമാണെങ്കിൽ അതിൻ്റെ ആത്മാവാണ് ശരിക്കും ആര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ ആത്മാവില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആത്മാവില്ലേ പ്രപഞ്ചമല്ല. ലോകത്ത് മുഹമ്മദീയത്തിൻ്റെ പേര് എന്ന് നിലക്കുന്നുവോ അന്ന് പ്രപഞ്ചം അവസാനിക്കും. കാരണം എന്താണ്? പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആത്മാവില്ലെങ്കിൽ പിന്നെ ശരീരമാകുന്ന ജഡം ഉണ്ടാവില്ല. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് ആത്മാവ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇൽമുകളും അള്ളാഹുവിൻ്റെ അസ്മാവുകളും അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആത്മാവ് വേണം, ഒരു പ്രകാശം വേണം. അങ്ങനെ ആ പ്രകാശമാകുന്ന കണ്ണാടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അതിന് തിരഞ്ഞെടുത്തത്. അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്തുകളും പ്രതിഫലിക്കാൻ പറ്റുന്ന ഒരു കണ്ണാടി വേണം. ആ കണ്ണാടിയാണ് ശരിക്കും ആര്? നൂറ് മുഹമ്മദി അല്ലെങ്കിൽ ഹഖീഖത്ത് മുഹമ്മദി എന്ന് പറയുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ സംഭവം ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹും അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത്, അന മിനല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ നിന്നാണ്, വൽ മുഅ്മിനൂന മിന്നി, മുഅ്മിനീങ്ങളൊക്കെ എന്നിൽ നിന്നാണ്. മുഅ്മിനീങ്ങൾ എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, ഖലഖ്തു മുഹമ്മദൻ അവ്വല, ഞാൻ ആദ്യമായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചു, മിൻ നൂരി വജ്ഹി, എൻ്റെ വജിഹിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ മുഹമ്മദീയ പ്രകാശത്തിന് പടച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് ശരിക്കും ആരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് അതാരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ചുരുക്കി പറയട്ടോ, ആ വിഷയം നമ്മളൊരു ഈ വിഷയം ഇങ്ങനെ ജനങ്ങൾ കേൾക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തെ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട ഇബ്നു അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് നമ്മുടെ ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തത് മനസ്സിലാക്കേണ്ടത്, ഒരു ഇൻസാനുൽ കാമിലേ ഉള്ളൂ. അത് ആര് മാത്രമാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരൊറ്റ ഇൻസാനുൽ കാമിൽ. ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിപൂർണനായ മനുഷ്യൻ. പരിപൂർണനായ മനുഷ്യൻ. നമ്മൾ നൗഫലിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ദ പെർഫെക്റ്റ് ഹ്യൂമൻ എന്നൊക്കെ പറയാം. പരിപൂർണനായ മനുഷ്യൻ ആരുള്ളൂ? ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ശ്രദ്ധിക്കണം, അല്ലാഹു തആലാക്ക് ഈ ലോകത്തുള്ള സൃഷ്ടിജാലങ്ങളില്ലേ, മനുഷ്യന്മാരല്ല, ജിന്നുകളല്ല, ജന്തുക്കളല്ല, പറവകളല്ല, ഏതൊക്കെ കോടാനുകോടി ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്, അത്രയും പേരുകൾ ആർക്കുണ്ട്? അത്രയും അസ്മാവുകൾ അല്ലാഹു തആലാക്കുണ്ട്, സിഫാത്തുകൾ അല്ലാഹു തആലാക്കുണ്ട്. ഈ അസ്മാവുകളുടെയും സിഫാത്തുകളുടെയും ഉൾപ്പൊരുൾ പരിപൂർണമായി മനസ്സിലായ ഒരേ ഒരാളുള്ളൂ. ആരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തആലാക്ക് എത്ര അസ്മാവുകളുണ്ടെന്നാണ് പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും എണ്ണം കണക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് എന്തുണ്ട്? അസ്മാവുകളുണ്ട്. ആ അസ്മാഇന്റെ പൊരുൾ മുഴുവൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് അഷ്റഫുൽ ഖൽഖ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അഷ്റഫായതാരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമ്മളൊക്കെ ചിലത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ചോദിക്കും. ഉർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ് ദമീന പലതവണ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് ശക്തമായ കോരിച്ചൊരിയുന്ന ഒരു മഴയാണെങ്കിൽ ഒരു തുള്ളിയെ മറ്റ് പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ളൂ. അള്ളാഹിൻ്റെ റസൂല് ഒരു ബഹറാണെങ്കിൽ അതിലൊരു കോരൽ മാത്രമേ മറ്റ് പ്രവാചകന്മാർക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? കൊടുത്തിട്ടുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും റസൂലുള്ളാഹിന്റെ തജല്ലികൾ മാത്രമാണ്. റസൂലുള്ളാഹിന്റെ ഒരു വെളിപ്പെടൽ മാത്രമാണ്. ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ എങ്ങനെ നമ്മൾ കാണേണ്ടത്? നായിബ് റസൂലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു മുറബ്ബിനെ കാണേണ്ടത്. നമ്മളെ ഷെയ്ഖ് മുറബ്ബിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ മുറബ്ബി ആരാണ്? അള്ളാഹിന്റെ റസൂലിന്റെ തജല്ലിയാണ് അയാൾക്കുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തജല്ലി ബഹുമാനപ്പെട്ട അജ്മീർ ഖാജനെ പറയലില്ലേ, നായിബുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നായിബ് എന്ന് പറയും. എന്താണ്? അള്ളാഹിന്റെ റസൂലിന്റെ തജല്ലിയാണ്.
ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ആരെ തജല്ലിയാണ്? അള്ളാന്റെ റസൂലിന്റെ വെളിപ്പെടൽ മാത്രമാണ് അവരിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് എന്ത്? ആദം നബി മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ത്? നിങ്ങളെ കാലത്തെങ്ങാനും മുഹമ്മദ് നബി വരികയാണെങ്കിൽ നിങ്ങളുടെ ആ പദവി പോയിട്ടോ, അതിന് നിങ്ങൾക്ക് സമ്മതമുണ്ടോ? ആഖിറത്തും, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു അതെ ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് അല്ലാഹു. എന്നിട്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? അവർക്കൊക്കെ പ്രവാചകത്വ പദവി കൊടുത്തു. കാരണം അത് റസൂലുള്ളാഹിന്റെ എന്ത് മാത്രമാണ്? റസൂലുൽ ബി ഐനി ആരാണ് ശരിക്കും? അള്ളാഹുവിന്റെ റസൂലിന്റെ തജല്ലി മാത്രമാണ് അവരിൽ ഉണ്ടാകുന്നത്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ മാത്രമേ എന്തുള്ളൂ? ഇൻസാനുൽ കാമിലായിട്ട് ഒരാളെ ഉള്ളൂ. എത്ര മനുഷ്യൻ ശ്രമിച്ചാലും ഇൻസാനുൽ കാമിലാകാൻ എന്ത് ചെയ്യില്ല, ഒരാൾക്ക് കഴിയില്ല. 2 പറഞ്ഞു. മൂന്നാമത്തത്, നമ്മളാരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കണ്ട ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ റസൂൽ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന ആ ദാത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികൾക്കുമിടയിൽ അള്ളാഹു തആലയിലേക്കുള്ള വസീല പാലാര് മാത്രമാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികൾക്കും അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയോ? ഇല്ല. അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാനുള്ള പാലം ഏതാണ്? ആ വസീല ആരാണ്? ആ ഒരു ഇടയാളൻ ആരാണ്? അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നമ്മുടെ മങ്കൂസ് മൗലവി പറയല്ലേ എന്ത്? തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്തു. അല്ലാഹു ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് അൻതഗ്ഫിർ ലി യാ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു കൊണ്ടാന്ന് പറഞ്ഞു. എന്താ കാരണം? നേരിട്ടുള്ള ബന്ധം കഴിയില്ല. ആരുമായിട്ടേ ബന്ധപ്പെടാൻ കഴിയുള്ളൂ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമേ ബന്ധപ്പെടാൻ കഴിയുള്ളൂ. മാത്രല്ല ഏറ്റവും വലുത് ഒരു മുഖദ്ദമിലൂടെയാണ് മുരീദന്മാർക്ക് ഉണ്ടാകുന്ന ഫൈലുകളൊക്കെ വരിക എന്നാണ് തിജാനി ത്വരീഖത്തിന്റെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതൊരു മുഖദ്ദമിന്റെ അടുത്ത് നിന്നാണോ സ്വീകരിച്ചത് അദ്ദേഹത്തിലൂടെ ആയിരിക്കും എന്തുണ്ടാകുക? മദദ് വരിക. അതേപോലെ ആ പറഞ്ഞതുപോലെ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ നിഅമത്തുകളും അള്ളാഹുവിന്റെ ഫദ്ലുകളും ഇഹ്സാനുകളും വരുന്നുവോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമേ വരുള്ളൂ. അപ്പൊ അള്ളാഹിന്റെ റസൂലിനക്ക് എന്ത് പേരെന്നെ വെക്കാം? റഹ്മത്ത്, അനുഗ്രഹം, കരുണ എന്ന് പേരെന്നെ വെക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും അള്ളാഹു തആല നിഅമത്ത് തരുന്നുവെങ്കിൽ നമുക്കിത് ബന്ധപ്പെടാൻ കഴിയും അള്ളാഹുമായി നേരിട്ട്? ഇല്ല. അത് എത്രയെ നേർപ്പിച്ചിട്ട് ആരിലൂടെ വരുന്നത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. അപ്പൊ നമുക്ക് അള്ളാഹുവിലേക്കുള്ള വസീല അത് ഒരാൾ മാത്രമാണ്. ആര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്ന്, പ്രപഞ്ചത്തിന്റെ ആത്മാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 2, പരിപൂർണനായ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. 3, നമുക്ക് അള്ളാഹുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 4, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ രഹസ്യം അത് ഹഖീഖത്ത് മുഹമ്മദിയത്താണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഹഖീഖത്ത് മുഹമ്മദിയത്തുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മഹാന്മാരെ ഹൃദയത്തിൽ ഇപ്പോഴും ആരുണ്ട്? ഹഖീഖത്ത് മുഹമ്മദിയത്ത് പ്രോജ്വലിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലോകം എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് എന്ന് പോകുന്നുവോ അത് നഷ്ടപ്പെടും. ഇബ്നു അറബി തങ്ങളൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മോതിരത്തിലെ ഒരു മുദ്ര, ആ മുദ്രയിൽ ഒരു രത്നമുണ്ട്. എല്ലാരെ കണ്ണ് എവിടുക്ക പോവുക? മോതിരത്തുമ്മക്ക പോവുക? അല്ല, ആ രത്നത്തുമ്മക്ക പോവുക. ആ രത്നം പോയി കഴിഞ്ഞാൽ ആ മോതിരം ഒന്നുമില്ലാത്ത പോലെ. അതേപോലെയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലില്ലേ ഈ പ്രപഞ്ചത്തിന് ഇവിടെ സ്ഥിരമായി നിലനിൽപ്പില്ല. ആ പ്രപഞ്ചം എന്നോ നഷ്ടപ്പെടും. ഇനി ഖിയാമത്ത് നാളുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകും.
ഞാൻ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച പറഞ്ഞു, നമ്മളൊക്കെ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതിൽ കുറേ കമൻറ്റുകൾ വരും. റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചിട്ട്, റസൂലുള്ളാഹിനെ ഒരു പീഡിതനായിട്ട് വളരെ വക്രീകരിച്ചുകൊണ്ട് പല ആളുകളും പറയലുണ്ട്. അത് വരും, ഇനി അതിനേക്കാൾ കൂടും. കാരണം എന്താണ്? മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി എടുത്തു പോകുന്നൊരു കാലം വരും. അപ്പം ഈ പ്രപഞ്ചത്തിനൊക്കെ എന്തില്ല? പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് പോയി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇവിടെ നിലനിൽക്കോ? ഇല്ല. മാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. മാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അവരെ അല്ലാഹു തആല ഒരിക്കലും എന്ത് ചെയ്യൂല? ശിക്ഷിക്കൂല. വഅൻത ഫീഹിം, നബിയെ നിങ്ങൾ അവരിലാണ്. അള്ളാന്റെ റസൂല് നമ്മുടെ ഹൃദയത്തിലുണ്ടോ, അല്ലാഹു തആല നമ്മളെ അദാബിലാക്കൂല. ഇന്ന് ഏതൊരു പെരിയിലാണ് ഒരു മങ്കൂസ് മുലു തോതൽ? ആരെങ്കിലും ഓതലുണ്ടോ? എൻ്റെയൊക്കെ പെരയിൽ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ മങ്കൂസ് മുലു ദിവസം എൻ്റെ മക്കളെ കൊണ്ട് എൻ്റെ അമ്മ ഓതിപ്പിച്ചിട്ട് അല്ലേ അതിൻ്റെ ജവാബൊക്കെ ചൊല്ലിയിട്ടാണ് എല്ലാ ദിവസവും ചെയ്യും. പഴയ കാലത്തൊക്കെ അങ്ങനെ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, നമ്മളെ പെരകളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. മുൻഗാമികളാകുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ ഹഖീഖത്ത് മുഹമ്മദീയത്തിനെ കുറിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും വലിയ പരിചയമായിരുന്നു. ഒരു ജനിക്കുന്ന കുട്ടിക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് അള്ളാഹിനെ കുറിച്ചാണോ? അല്ല. അവ്വലു വാജിബിൻ, ആദ്യം ഒരു കുട്ടിക്ക് വാജിബ് എന്ന ഫത്തുൽമീൻ പറയണല്ലോ പോലെ അല്ലേ? ഫത്തുൽമീൻ പറയണല്ലോ, ആദ്യം പറയണത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. കാരണം എന്താ? നമ്മുടെ വസീല അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്ന് എവിടെയാണ് ഒരു മൗലിദില്ല, ഒരു മൗലിദ് പാരായണമല്ല. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വഅദുകൾ വെച്ചിരുന്ന വീടുണ്ടായിരുന്നു, അതില്ല. വ അൻത ഫീഹിം, നബിയെ നിങ്ങൾ അവരിലാണ്, അതുകൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കൂല എന്ന് അല്ലാഹു തആല പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോ മാഞ്ഞു പോവുകയാണ്, എന്നോ മാഞ്ഞു പെയ്ക്കണ്. അതുകൊണ്ട് അദാബ് അല്ലാഹു തആല ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് പരീക്ഷണങ്ങൾ ഒരു മനുഷ്യനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, ഒന്നിന് പുറകെ ഒന്നായിട്ട്. ഈ വർഷമുള്ളതല്ല അടുത്ത വർഷം വരുന്നത്. 2027 മനുഷ്യന്മാർ പുതിയ രോഗങ്ങളാണ് കാണുന്നത്. 2028 അതിനേക്കാൾ ഭീകരമായ രോഗങ്ങളാണ് കാണുന്നത്. 2029 അതിനേക്കാൾ വലിയ പ്രളയങ്ങളാണ് മനുഷ്യന്മാർ കാണുന്നത്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്. അതിനെ ആക്ഷേപിക്കുന്ന ജനസമൂഹം പെരുകിയാൽ ഈ ലോകത്ത് അള്ളാഹു വലിയ അദാബ് കൊണ്ട് ലോകത്തിനെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഉമ്മത്തായിട്ട് നമ്മളെ അള്ളാഹു തആല തിരഞ്ഞെടുത്തു എന്നതിനേക്കാൾ വലിയ സുഹൃതം ഇനി വേറും നമുക്ക് തരാനില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബി മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ആ റസൂലുള്ളാഹിന്റെ വെളിപാട് മാത്രമാണ്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നമ്മളെ പെടുത്തി എന്നുള്ളതിനേക്കാൾ വലിയ നിഅമത്ത് ഇനി വേറെന്താ വരാനുള്ളത്? ഒന്നുമില്ല. അപ്പം നമുക്ക് 2-3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒന്ന്, ആ പ്രവാചകൻ്റെ മഹബ്ബത്ത് നമ്മൾ വാങ്ങണം. 2, ആ പ്രവാചകനെ നമ്മൾ പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യണം. 1, ആ പ്രവാചകനോടുള്ള ഹുബ്ബ്. 2, ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ റസൂലുള്ളാഹിൻ്റെ ആ ഒരു ജീവിതചര്യ, അത് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി നമ്മൾ പിൻപറ്റണം. അപ്പോൾ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത്, റസൂലുള്ളാഹിൻ്റെ ചര്യ നമ്മൾ എന്ത് ചെയ്യുക? പൂർണ്ണമായി പിൻപറ്റുക. എന്നിട്ട് നമ്മളെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനോട് കടപിടിക്കുന്ന രൂപത്തിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഹഖീഖത്ത് മുഹമ്മദീയത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എല്ലാ ഗുണവിശേഷണങ്ങളും ആത്മീയമായി നേടിയ ആളുകളായിരിക്കും ആര്? മുറബ്ബിയായ മശൈഖന്മാർ. അതുകൊണ്ടാണ് അവർക്ക് നായിബുർ റസൂൽ എന്ന് പറയാനുള്ള കാരണം. അല്ലേ? തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ എന്നില്ലേ? നിങ്ങൾ റഹ്മാനിൻ്റെ സ്വഭാവം നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലേ? അള്ളാഹുവിൻ്റെ സ്വഭാവം ഗുണവിശേഷണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്തുടരണം. അതിനെന്ത് വേണം? ഒരു മുറബ്ബിയെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഷെയ്ഖിനെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്നിട്ടാണ് അതിൻ്റെ അള്ളാഹുവിലേക്കുള്ള വസീലയാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇൻഷാ അള്ളാഹ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയും വിധം നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയണം, മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.